ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് മാർക്കറ്റിൻ്റെ അനാലിസിസിലേക്ക് വന്നതാണ്. അപ്പോൾ മാർക്കറ്റിൻ്റെ ഇന്നത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഗിഫ്റ്റ് നിഫ്റ്റി സ്ലൈറ്റ്ലി പോസിറ്റീവാണ്. സോ മാർക്കറ്റൊരു കുറച്ച് സ്റ്റേബിളായി നിൽക്കാനുള്ളൊരു സാധ്യതയാണ് കാണിക്കുന്നത്. സോ ഞാൻ ആദ്യം അതിൻ്റെ ലെവൽസ് പറഞ്ഞുതരാം, മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ പറഞ്ഞുതരാം, എന്നിട്ട് നമുക്ക് ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോകാം. സോ ഞാനിപ്പോൾ ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് എടുത്താൽ ഇതിപ്പോൾ ഒരു മാർക്കറ്റ് ഫോളിംഗ് ചാനലിനുള്ളിലായിരുന്നു. ആ ഫോളിംഗ് ചാനലിൻ്റെ ചാനൽ ബോട്ടം ടച്ച് ചെയ്തിട്ടുണ്ട്. ഇത് നേരത്തെ വരച്ച ചാനലാണ്, പക്ഷെ അത് പെർഫെക്റ്റ്ലി റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് ആ ലൈനിൽ ഹിറ്റ് ചെയ്ത് തിരിച്ച് കയറി വരാനുള്ള ഒരു സിറ്റുവേഷനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ ആദ്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതൊരു ബേസിക് കോൺസെപ്റ്റാണ്. ഈ ഒരു സപ്പോർട്ട് ലൈനിൽ ഹിറ്റ് ചെയ്ത് നിൽക്കുക എന്ന് പറയുന്നത് 23,350 റേഞ്ചിൽ നിന്ന് നമുക്കടുത്ത് തിരിച്ച് ഒരു കയറ്റം എന്ന് പറയുന്നത് 23,600 റേഞ്ച് വരെയുള്ള ഒരു ഏരിയ ഉണ്ട്. സോ ഇൻട്രാഡേ ട്രേഡേഴ്സിന് ഇല്ലെങ്കിൽ അടുത്ത 1-2 ദിവസത്തെ ഒരു സ്വിങ് ഏരിയ എന്ന് മാർക്കറ്റ് പറയാൻ സാധിക്കുക ഈ ഒരു 23,600 ടു 23,350 വരെയുള്ള ഒരു സ്വിങ് ഏരിയയാണ് മാർക്കറ്റിനകത്ത് പറയാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ നിൽക്കട്ടെ. അപ്പോൾ അതിൻ്റെ എന്താ പറയുക, ഒരു ഷോർട്ടർ ടൈം ഫ്രെയിമിലേക്ക് പോയാൽ ഇപ്പോൾ നിൽക്കുന്ന ഒരു ഷോർട്ടർ ടൈം ഫ്രെയിമിൽ ഇപ്പോൾ ഞാനിത് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ചാർട്ടിനുള്ളിൽ നമുക്കൊരു ഫോളിംഗ് വെഡ്ജ് അല്ല, ഇപ്പോൾ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സിമെട്രിക് ട്രയാങ്കിൾ ക്രിയേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു സിമെട്രിക് ട്രയാങ്കിളിൽ നിന്ന് മാർക്കറ്റിന് കയറിപ്പോവാം, ഇല്ലെങ്കിൽ താഴേക്ക് ബ്രേക്ക് ഡൗൺ ചെയ്തേക്കാം. സോ ഈ രണ്ട് പോസിബിലിറ്റി അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ആദ്യത്തെ ഒരു 10 മിനിറ്റത്തേക്ക് ട്രേഡ് ചെയ്യുന്നത് സൂക്ഷിച്ച് മാത്രം ട്രേഡ് ചെയ്യുക. മാർക്കറ്റിൻ്റെ ഒരു ക്ലിയർ കട്ടായിട്ടുള്ള ഒരു ട്രെൻഡ് ഒരു 500-ന് മേളിൽ സോൾഡായിട്ട് ഈ ഒരു ഏരിയകളിലൊക്കെ ഒരു റെസിസ്റ്റൻസ് കാണാറുണ്ടല്ലേ. സോ ഈ ഒരു ഏരിയയൊക്കെ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ്. ഇതിന് മേളിൽ സോളിഡ് ആയിട്ടുള്ള ഒരു മർബോസ് വെച്ച് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റിലാണെങ്കിൽ നമുക്ക് ബൈയിങ് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് ചിന്തിക്കാം. ഈ ഏരിയകളൊക്കെ നമുക്ക് ടാർഗറ്റ് ഏരിയ ആയിട്ട് സെറ്റ് ചെയ്യാം. ഇല്ല, ഇന്നലത്തെ ഈ ഒരു ക്യാൻഡലിൻ്റെ ലോ ബ്രേക്ക് ചെയ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ലോ ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ ഇതൊരു ഇൻവേർട്ടഡ് കപ്പ് ആൻഡ് ഹാൻഡിൽ ആകാനുള്ള ഒരു സാധ്യത വന്നേക്കാം. ഒരു പോസിബിലിറ്റിയാണ് അവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് മാർക്കറ്റിൻ്റെ ഇന്നത്തെ സിറ്റുവേഷൻ. ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്ന ലെവൽ, ഇപ്പോൾ നിൽക്കുന്ന ക്ലോസിങ് ഈ ചാർട്ടിനുള്ളിൽ നമുക്കൊരു എൻട്രിയും അവിടെ ഇല്ല. എന്നാൽ ലെവൽസ് ഉണ്ട്. ഇവിടെ 23,500-ന് മേളിൽ ഒരു എൻട്രി ഉണ്ട്. അപ് ടു 23,600 620 വരെയുള്ള ഒരു മാക്സിമം മൂവ്മെൻ്റ് ഉണ്ട്. അതിനുശേഷം 23,800 വരെയുള്ള അടുത്തൊരു മൂവ്മെൻ്റ് ഉണ്ട്. ഇതെവിടെ 780 വരെയുള്ള ഒരു മൂവ്മെൻ്റ് ഉണ്ട്. സോ താഴേക്കാണ് വരുന്നതെങ്കിൽ 23,440-ക്ക് താഴെ ഒരു 23,350 വരെയുള്ള ഒരു ലെവലുണ്ട്. അതിന് താഴേക്ക് കുറച്ചുകൂടെ ഒരു ഫ്രീ ഫോളാണ്. 240 വരെ അടുത്തൊരു ലെവലുണ്ട്. അതിനുശേഷം 100 ലെവലുള്ളൂ. സോ ഈ 5 ലെവൽസ് നോക്കി വയ്ക്കുക. അത് നമുക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് മാറിയിരിക്കാം. ഓക്കെ, അപ്പോൾ സ്ലൈറ്റ്ലി ഗ്യാപ്പ് അപ്പ് ഇല്ലെങ്കിൽ ഫ്ലാറ്റായിട്ടായിരിക്കും ഓപ്പൺ ചെയ്യുക. എന്നിട്ട് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഈ പറഞ്ഞ 500 എന്നുള്ളൊരു നമ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷമുള്ള ഓരോ മൂവ്മെൻറ്റ്സും ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, വളരെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത് ബാങ്ക് നിഫ്റ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് എടുത്ത് നോക്കിയാലും നമുക്ക് ഏകദേശം ഇതേ സെയിം പാറ്റേൺ ആണ്. നമുക്ക് മാർക്കറ്റ് അത്യാവശ്യം അതിൽ വളരെ വീക്കായിട്ടുള്ളൊരു ഡിസെൻഡിങ് ചാനലാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഡിസെൻഡിങ് ചാനലല്ലായിരുന്നു, ഇവിടെ ഒരു സൈഡ് വേസ് ഒരു ഹൊറിസോണ്ടൽ ചാനലായിരുന്നു. ഹൊറിസോണ്ടൽ ചാനലിൻ്റെ ലോ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. മനസ്സിലാകുന്നുണ്ടോ എത്രത്തോളം ട്രെൻഡ് വ്യത്യാസം ഉണ്ടെന്ന്? അത് ബെയറിഷ് ട്രെൻഡും ഇതൊരു കൺസോൾട്ടേഷൻ ട്രെൻഡ് ഇല്ലെങ്കിൽ സൈഡ് വേസ് ട്രെൻഡാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ ഇതിൻ്റെ ബോട്ടം ഹിറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെയും ഇതേ പാറ്റേൺ തന്നെ ആയിരിക്കും വന്നിരിക്കാനുള്ള സാധ്യത. ഞാൻ ഇതിൻ്റെ ഒരു ലോ ടൈം ഫ്രെയിമിലേക്ക് പോയാൽ ഓക്കെ, ഇതിൻ്റെ ലോവർ ടൈം ഫ്രെയിമിലേക്ക് പോയാൽ നമുക്ക് അത് ഓൾമോസ്റ്റ് അതുപോലത്തെ ഒരു പാറ്റേൺ കിട്ടാൻ സാധ്യതയുണ്ട്. സോ വളരെ ഷാർപ്പായിട്ടല്ല ഞാൻ വരയ്ക്കുന്ന ഒരു ഉദ്ദേശം വരയ്ക്കുകയാണ്. സോ ഓൾമോസ്റ്റ് ഇത് തന്നെയാണ് അല്ലേ, ഒരു ബെയറിഷ് പാനൻ്റ് ഇല്ലെങ്കിൽ താഴത്തെ ഈ കഴിഞ്ഞ 1-2 ദിവസമായിട്ട് നമുക്കൊരു സിമെട്രിക് ട്രയാങ്കിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു സിമെട്രിക് ട്രയാങ്കിളിനനുസരിച്ചിട്ട് എങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യുക അതിനനുസരിച്ചിട്ടായിരിക്കും ഇന്നത്തെ ഡിമാൻഡ് എന്ന് പറയുന്നത്. സോ ഓപ്പൺ ചെയ്യുന്ന ലെവൽസ് എന്ന് പറയുന്നത് 54-40 എന്നുള്ളൊരു ലൈന് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുക.
ഈ 440 എക്സ്പെക്റ്റ് ചെയ്യുക. അതുപോലെ താഴേക്കാണെങ്കിൽ 240 എക്സ്പെക്റ്റ് ചെയ്യുക. ഓക്കെ, 240. ഓക്കെ, ഈ രണ്ട് ലൈൻസിന് വെളിയിൽ മാത്രമേ ട്രേഡ്സ് തന്നെ ഉള്ളൂ. അതിനുശേഷം അടുത്ത ടാർഗറ്റ് ആയിട്ടുള്ള 800 മേളിൽ ഒരു 660 ഉണ്ട്. ഓക്കെ, മേളിൽ 660 ഞാൻ വെറുതെ വരച്ചിടുവാണ്. 660, അടുത്തൊരു 800 റേഞ്ച് അവിടെ കിടപ്പുണ്ട്. ഓക്കെ, ഞാൻ ലൈന് നിങ്ങൾ നോക്കണ്ട, ഞാൻ പറയുന്ന വേർഡ്സ് നോക്കിയാൽ മതി. 800 മേളിലോട്ട് 960 അടുത്തൊരു ലെവൽസ്. ഇങ്ങനെയാണ് അതിൻ്റെ ലെവൽസ് കിടപ്പുള്ളത്. അല്ലെങ്കിൽ 51,000 ആണ് അതിൻ്റെ ലെവൽസ് കിടപ്പുള്ളത്. താഴേക്കുള്ളതാണെങ്കിൽ 240 കഴിഞ്ഞാൽ പിന്നെ 100 അവിടെ ഉള്ളൂ. ഓക്കെ, 100 താഴെ 50,000 താഴെ 49,960, അതായത് മാർക്കറ്റിൻ്റെ ഏറ്റവും ലോവസ്റ്റ് പോയിൻറ്റ്, ബാങ്ക് നിഫ്റ്റിയുടെ ലോവസ്റ്റ് പോയിൻ്റാണ് അടുത്ത മൂന്നാമത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത്. സോ ക്ലിയർ ആയിട്ട് ചിന്തിക്കുക മാർക്കറ്റിൽ ഏത് ഡയറക്ഷൻ. ആദ്യത്തെ ഒരു 15 മിനിറ്റ് ഇല്ലെങ്കിൽ ഒരു അരമണിക്കൂർ മാർക്കറ്റ് സെറ്റ് ചെയ്യുന്നു. ഇന്ന് ഒരു ഡയറക്ഷണൽ പ്ലേ പോകാനുള്ള ഒരു സാധ്യത കാണിക്കുന്നുണ്ട്. സോ ട്രേഡ് സേഫ്. ഒരു റിക്കവറിക്കാണെങ്കിലും ഒരു ഫോളിനാണെങ്കിലും സാധ്യത ഈ പറയുന്ന പാറ്റേണിനനുസരിച്ച് ഇവിടെ നിന്നൊരു സെല്ലിംഗ് വന്ന് താഴേക്കാണ് പോകാൻ ശ്രമിക്കുന്നതെങ്കിൽ ഇതിന് താഴെ മാർക്കറ്റ് വീഴുന്നേക്കാം. ഇതൊരു റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള ഒരു ആർക്ക് ക്രിയേറ്റ് ചെയ്തേക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഈ ഒരു ഫ്ലാഗ് ക്രിയേറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് 15 മിനിറ്റ്സിൽ ഒരു ഫ്ലാഗ് കിടപ്പുണ്ട്. സോ ആ ഫ്ലാഗ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് തിരിച്ച് കയറി പോകാൻ ഉള്ള സാധ്യത. ആ ഗ്യാപ്പ് അപ്പ് ആയിരിക്കാം ഓപ്പൺ ചെയ്യുക. ആ ഗ്യാപ്പ് അപ്പ് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫ്ലാഗിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഈ ഒരു ഏരിയയിലേക്ക് പോകാനുള്ള ഒരു സാധ്യത കാണിക്കുന്നുണ്ട്. സോ ട്രേഡ് സേഫ്, ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യുക, ക്വാണ്ടിറ്റി കുറയ്ക്കുക. നാളെ എക്സ്പയറി ആണ്. സോ പ്രീമിയം പെട്ടെന്ന് മെൽറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇൻട്രാഡേ സ്റ്റോക്സിനെ കുറിച്ച് അവിടെ ഓൾറെഡി ഗ്രൂപ്പിനകത്ത് ഇട്ടിട്ടുണ്ട്. സോ ഇത് ഇൻട്രാഡേ ട്രേഡിങ്ങിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ അനാലിസിസ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിച്ചിരുന്നാൽ മതി. ഓക്കെ.